ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഉദയഗിരിജ എന്ന് പറയുന്ന ചിൽഡ്രൻസ് ഹോം നടത്തുന്ന, ചിൽഡ്രൻസ് ഹോം മാത്രമല്ല വയോധികരുടെ വൃദ്ധ ആശ്രമം അത് നടത്തുന്ന ഒരു ലേഡി, അവർ നടത്തിയ ഒരു പ്രഹസനം, അതിനോടനുബന്ധിച്ചിട്ട് കുറേ യൂട്യൂബേഴ്സ് അവരെ എടുത്ത് വെച്ച് കൊടുക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ അധികം വീഡിയോസ് കണ്ടിരുന്നു. ഒരു സ്ത്രീ എഴുതിയിട്ട കമൻസും, അതായത് അവരുടെ വർക്ക് ചെയ്ത ഒരു സ്ത്രീ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പോയി കണ്ടിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ഞാൻ നമ്പർ റിക്വസ്റ്റ് ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്നും ഡ്രാമയിലാണെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ എനിക്കത് ഉടനീളം വായിക്കുമ്പോൾ അതിനകത്ത് വളരെ വസ്തുത ഇല്ലാത്തത് പോലെ തോന്നി. ഒരുപക്ഷെ അവിടെ ചെന്നപ്പം ഇൻസൾട്ടഡ് ആയിട്ടുണ്ടാകാം. ഈ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ കുറച്ച് ധാഷ്ട്യമൊക്കെ നമുക്കുണ്ടാവും, കുറച്ച് ധാഷ്ട്യം ഉണ്ടായേ പറ്റുള്ളൂ. ആ ധാഷ്ട്യം ആ സ്ത്രീയോട് കാണിച്ചിട്ടുണ്ടാകും. അവർ സെൽഫ് മെയ്ഡ് വിമണാണ്, ആർട്ടിസ്റ്റാണ്, അവർക്കത് താങ്ങാനുള്ള ശക്തി ഉണ്ടായിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു പകപോക്കലായിട്ടാണ് എനിക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, എനിക്കിത് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഞാനിത് ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് സംസാരിച്ചു. ഇപ്പം നമ്മളൊരു വിഷയം കേൾക്കുമ്പോൾ രണ്ട് വശവും കേൾക്കണമല്ലോ, അപ്പുറം കേൾക്കണം ഇപ്പുറം കേൾക്കണം. അപ്പം ഞാൻ ഗിരിജയെ വിളിച്ചിരുന്നു. ഗിരിജയെ വിളിച്ചപ്പോൾ ഗിരിജയുടെ റെസ്പോൺസ് ഭയങ്കര മോശമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഗിരിജ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന പുരുഷൻ, അയാൾ ആദ്യം ഒരു വിവാഹം കഴിച്ചു, അവരെ കളഞ്ഞു. രണ്ടാമതൊരു സ്ത്രീയെ പറ്റിച്ചിട്ടുണ്ട്. അവരെയും അവരുടെ മകളെയും നല്ല ഭീകരമായി പറ്റിച്ചിട്ടുണ്ട്. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലെവലിൽ അവരെ വെച്ച് അയാൾ സ്കൂട്ടർ എടുക്കുക, അങ്ങനെ കുറേ സാമ്പത്തിക ക്രമക്കേടുകൾ അയാൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗിരിജയോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരാളുടെ നമ്പറില്ല. എന്നെ കോൺടാക്ട് ചെയ്ത സ്ത്രീ തന്നത് ഗിരിജയുടെ നമ്പറാണ്. ഞാൻ ഗിരിജയെ വിളിച്ചിരുന്നു. പുള്ളിക്കാരത്തി നിഷേധിക്കുകയാണ് ചെയ്തത്. എന്താണ് നിഷേധിച്ചതെന്നറിയാമോ? ബാക്കി സംഗതിയൊക്കെ ഓക്കെ, ഇയാൾ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യം, പിന്നെ ഇങ്ങനൊരു സ്ത്രീ ഉള്ളത് സത്യം, അവർ പറയുന്നത് കറക്റ്റ്, അതും സത്യം. പക്ഷേ അയാളുടെ നമ്പർ തരത്തില്ല. ഇവരാണ് നന്മമരം. ഒരു സ്ത്രീയെ നന്നായി മുതലെടുത്ത് അവരുടെ മാനസികവും ശാരീരികവുമായ സർവത്രവും ഊറ്റിയെടുത്തത് മാത്രമല്ല, അവരുടെ പണം സാമ്പത്തികമായും അവരെ തകർത്തെറിഞ്ഞത് ഇവർ അറിഞ്ഞിരിക്കുന്നു, ഇവർക്കത് മനസ്സിലായിരിക്കുന്നു. അവർ പറയുന്നത് കേസ് കൊടുക്കട്ടെ എന്നാണ്. അതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞു കേസുണ്ടല്ലോ എന്ന്, പിന്നെ പറഞ്ഞു കേസ് കൊടുക്കട്ടെ എന്ന്. വസ്തുത്തിൽ ആ സ്ത്രീ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് അവിടെ നടക്കുന്നുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ മറ്റൊരാൾ ജീവിതം കൊടുക്കുമ്പോൾ അയാളെ ജനറലൈസ് ചെയ്യല്ലേ, അയാളെ നല്ലവനാക്കുകയല്ലേ ഇവർ ചെയ്തത്. ഗിരിജ ചെയ്തത് എന്താണ്? അയാൾക്കൊരു അക്സെപ്റ്റൻസ് കൊടുക്കുകയാണ് സമൂഹത്തിൽ. നീ ഭയങ്കര മാന്യനാണ്, ഞാൻ നിന്നെ വിവാഹം കഴിക്കുകയാണ്, നമ്മൾ 10 വർഷമായി പ്രണയത്തിലാണ് എന്ന്. ഗിരിജയുടെ ഒരു ചോദ്യം, 10 വർഷമായി നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ആ ഇടയ്ക്കുള്ള സ്ത്രീ വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? എന്താണ് സ്ത്രീയെ ലോകത്തോട് ഇങ്ങനെ കള്ളം പറയുന്നത്? നിങ്ങളൊരു നന്മ മരമോ? നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരു കെയർ ഹോമും അതിൽ വളരുന്ന കുഞ്ഞുങ്ങളും സുരക്ഷിതരല്ലാന്ന് ആ സ്ത്രീ പറയുന്നത് തെളിവ് വെച്ചിട്ടാണ്. അവരവിടെ ജോലി ചെയ്തവരാണ്, അല്ല എന്ന് നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. നിങ്ങളുടെ മകളും ഈ ഇപ്പോൾ വിവാഹം കഴിച്ച കുട്ടിയും തമ്മിൽ ഉഗ്രൻ അടിയുണ്ടായിട്ട് ഫസ്റ്റ് ഡേ, വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ദിവസം ആ മരുമകൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന കുട്ടിയെ ഇവരെല്ലാം ഒന്നിച്ച് ചെന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്താണ് തിരിച്ചു കൊണ്ടുവന്നത്. മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന മകനെയും മകളെയും സ്വന്തം ചെൽപ്പടി കൊണ്ടുവരാനാണ് വീട് വെച്ച് കൊടുത്തത്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഹിഡൻ ഉണ്ട്. അപ്പോൾ നന്നായി മദ്യപിക്കുന്ന ഒരു പയ്യൻ നിരന്തരം ആ പെൺകുട്ടിയെ കൊണ്ടുപോയി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഈ യൂട്യൂബേഴ്സൊക്കെ പറയുന്നതൊക്കെ സത്യമെന്ന രീതിയിലാണ് ഈ വന്ന സ്ത്രീ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേണമെങ്കിൽ ചെയ്യാം വരും ദിവസങ്ങളിൽ. ഇതേപോലെ തന്നെ ഇവർ പറയുന്നത് പൂർണ്ണമായും ഈ സത്യമാണെന്നുള്ള രീതിയിൽ ആരും വിശ്വസിക്കാൻ വരട്ടെ എന്നാണ് എനിക്ക് പറയുള്ളത്. അവരെന്നോട് പറഞ്ഞത്. രണ്ടാമത് ഞാൻ വീണ്ടും അവരെ വിളിച്ചിരുന്നു, അവരെടുത്തില്ല. ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർ പറഞ്ഞു CWC കേസ് എടുത്തിട്ടുണ്ട്, അവരത് ഹാൻഡിൽ ചെയ്തോളും, അവർ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കും ഇത് പ്രീമെച്യൂർ ബേബിയാണോ അല്ലയോ എന്നുള്ളത്. മെച്ചോറിറ്റിയും ഇൻമെച്ചോറും പ്രീമെച്ചോറും ഒക്കെ അവിടെ നിൽക്കട്ടെ. അനാഥയായി വന്ന ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ മകൻ എന്തടിസ്ഥാനത്തിൽ കൊണ്ടുപോയി ഉപയോഗിക്കും? അവനെയും കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ നിങ്ങളുടെ മകന് ആരാണ് പെർമിഷൻ കൊടുത്തത്? എന്തടിസ്ഥാനത്തിൽ നിങ്ങളത് ചെയ്യും? അതിന് നിങ്ങൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നു. നിവർത്തികേടിൻ്റെ പാരമ്പര്യം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ ബന്ധം നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് മീഡിയേറ്ററായ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്ത സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യാവസ്ഥ എന്തെന്നറിയാനാണ് ഞാൻ ഗിരിജയെ വിളിച്ചിരുന്നത്. ഗിരിജ പാതി മുക്കാലും സമ്മതിച്ചിട്ടുമുണ്ട്. ഈ സ്ത്രീയെ അവർക്കറിയാം. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് മുൻപ് വെച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്. 10 വർഷമായി ഭർത്താവുമായി പരിചയമുണ്ടെന്ന് പറയുന്ന ഗിരിജയുടെ വെച്ചിരിപ്പുകാരിയാണ് ആ സ്ത്രീ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ബന്ധമുണ്ടാകുന്നെന്നും കുറ്റമെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ശരിയായിരിക്കും, അയാൾക്ക് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരിക്കാം, സ്വാഭാവികം. അത് വേണ്ടാന്ന് വെച്ചിരിക്കാം, സ്വാഭാവികം. പക്ഷേ
അതിനെ ജനറലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാനും നിങ്ങൾ നിൽക്കരുത്. നിങ്ങളിലുള്ള നന്മ അവിടെ നശിച്ചു എന്നാണ്. നിങ്ങളിത് അഭിനയമാണ് അഭിനയിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഗിരിജ പൂർണ്ണമായും ഫേക്ക് ഫേസാണ് ഈ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇതെനിക്ക് പബ്ലിക്കിൽ പറയണമെന്ന് തോന്നി. ഞാൻ ഇപ്പോഴും പറയുന്നു, അവർ തന്ന വോയിസുകൾ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനത് പബ്ലിഷ് ചെയ്യും. ഒരു സാമ്പിള് മാത്രം ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. പിടിച്ചു വാങ്ങിയിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ടടാ. അത് ആരിൽ നിന്നായാലും. ഷൈജുവിനെ ഞാൻ തിരക്കിപ്പോയതല്ല. ഷൈജു ആദ്യമേ പാലയാച്ചിന് വന്നു, അപ്പം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചു. വേണ്ട വേണ്ടെന്നും പറഞ്ഞു. അവൻ അന്നേരം അവന് അങ്ങനെയൊന്നും പോത്തില്ല, എൻ്റെ കൂടെ അവസാനം വരെ കാണുമെന്നൊക്കെ വാക്കൊക്കെ തന്നു. ഇടയ്ക്ക് അന്നേരം തന്നെ ഇടയ്ക്ക് വേണ്ട, പ്രായം കൊണ്ടായാലും അല്ലാതായാലും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നമ്പർ ബ്ലോക്ക് ചെയ്ത് 3 വട്ടം ഞാൻ ബ്ലോക്ക് ചെയ്ത് 3 വട്ടം അവൻ എന്നെ തിരക്കി ട്രസ്റ്റി വന്നു. ട്രസ്റ്റി വന്നിട്ട് എന്നെ അടുത്തിരുത്തി, അടുത്തെന്ന് വെച്ചാൽ അങ്ങനല്ല, നീ ബ്ലോക്ക് മാറ്റ് എന്നിട്ടേ ഞാൻ പോത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് മാറ്റിപ്പിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പിണങ്ങിയപ്പോൾ ഞാൻ ബ്ലോക്ക് ആക്കിയപ്പോൾ സന്ധ്യയോട് പറഞ്ഞു, അവളോട് ഒന്ന് ബ്ലോക്ക് മാറ്റാൻ പറയാന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യയെ വിളിച്ച് പറഞ്ഞ്, സന്ധ്യയെ കൊണ്ട് തന്നെ സന്ധ്യ ഒന്ന് കുഞ്ഞു ചെയ്യാൻ ഇതേപോലെ വിളിച്ചാൽ കുഞ്ഞിച്ച് ബ്ലോക്ക് മാറ്റ് ഒന്ന് സംസാരിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ വഴിയും അവന് എൻ്റെ പുറകെ വന്നു. ഒരു ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ട് എൻ്റെ മക്കൾ വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരി, മനസ്സൊന്ന് ക്ലിയർ ആവട്ടെ, അവനോട് കൂടെ ഒന്ന് സംസാരിക്കണം, എന്നാൽ കുറച്ച് നേരം എവിടെയും പോയി ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് നേരെ അങ്ങ് വണ്ടി കയറി തിരുമലക്കോവിൽ പോയി അവിടെ പോയിരുന്നു. അവൻ വിളിച്ചപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല, ഇത് വേണ്ട, ശരിയാവത്തില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ നിൽക്കി, ഞാൻ അവിടെ വരാം, നീ പോവല്ലേ, അവിടെ നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറില്ല, മക്കൾ ഇന്നലെ നാളെ സമ്മതിക്കും, നമുക്കൊന്നിച്ച് ജീവിക്കാം, ഞാൻ കാത്തിരിക്കാം, അങ്ങനെ ഇങ്ങനെ മാടയോടെ നീ എന്നെ വിട്ടു പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ എൻ്റെ പുറകെ നടന്നു. ഇങ്ങനെ രാത്രി വരെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ ലൈഫിൽ വേറെ ആരും കാണത്തില്ല, ഇതുവരെയുള്ള തെറ്റിന്റെ കാര്യമൊക്കെ എനിക്കറിയാം, അപ്പോൾ ഇതുവരെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും അത് പറഞ്ഞു. ഇനി കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് അവൻ എന്നെയോ ഞാൻ അവനെയോ പറഞ്ഞ് വിഷമിപ്പിക്കത്തില്ല, നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു. അവനങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അവനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. പിന്നെ അനിലേ എന്ന് പറയുന്ന ചേച്ചിയാ, അവൻ പറഞ്ഞു, ചേച്ചിയാ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ചല്ലേ ജീവിക്കുന്നേ, അപ്പം നിന്നെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നിന്നെ സംശയിക്കുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല മോനെ, ആങ്ങളെയും പെങ്ങളും എന്ന് പറയുമ്പോൾ ഞാൻ ഷൈനോട് ചോദിച്ചോ, പറഞ്ഞു വലിയച്ഛൻ്റെ മോളാണ് അവളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വസിച്ചു. സ്നേഹിക്കുമല്ലോടാ, നമ്മൾ സ്നേഹിക്കുന്നവർ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കത്തില്ലേ. ഞാൻ അവനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. കല്യാണം കൂടെ കഴിച്ചപ്പോഴത്തേനും രജിസ്റ്റർ ചെയ്തപ്പോൾ 5-ാം തീയതി ആയിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്ത്. രജിസ്റ്ററും കൂടെ ചെയ്തപ്പോൾ ഒരു പക്ഷേ അനിലയോട് അങ്ങനെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് രജിസ്റ്റർ ചെയ്യുമോ. അപ്പോൾ അതൊക്കെ വെച്ച് കല്യാണം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ കാമുകനല്ലല്ലേ, പിന്നെ ഭർത്താവല്ലേ. ഒരു ഭർത്താവിനെ ഭാര്യ എങ്ങനെ സ്നേഹിക്കാവോ, ആ രീതിയിലല്ലേ നമ്മൾ പിന്നെ കാണത്തുള്ളൂ, ആ രീതിയിലേ സ്നേഹിച്ചതുള്ളൂ. ഉള്ളു തുറന്ന് സ്നേഹിച്ച് അധികം നാൾ വന്നില്ലല്ലോ, 24 ദിവസത്തെ ദാമ്പത്യ ബന്ധം. ബാഗൊക്കെ കൊണ്ടുപോയി രാത്രി എൻ്റെ കൂടെ കിടക്കുമ്പോഴും അവനെ വിളിയാം, നീ വരുന്നില്ലേ എന്ന് ചോദിച്ചോണ്ട് വിളിയാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തിനാ രാത്രി വിളിക്കുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നല്ലോ. അങ്ങനെ പോയി അവള് വിളിച്ച ഉടനെ ഇവൻ ഇറങ്ങി ഓടാൻ നിൽക്കുന്നു. ഇവിടെ 2-3 ജോഡി ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തിന് ഞാൻ വാങ്ങിച്ചു വെച്ച ജട്ടി പോലും ഇട്ടുകൊണ്ട് അവിടെ അടുത്ത് പോകത്തില്ല. അതുവരെ ഇവിടെ ഊരിയിട്ടിട്ട് അവൻ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ. വാച്ച് പോലും എൻ്റെ കൂടെ വരുമ്പോൾ വാച്ച് ഇട്ടുണ്ടോ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് വാച്ച് ഊരി വെച്ചിട്ട് പോകും. അവളെ അത്രയ്ക്ക് പേടി. അപ്പൊ അതൊക്കെ തിരുത്തണമല്ലോ. അങ്ങനെ ഇന്നലെ അവളെ ജോലി ചെയ്യുന്ന കടയിൽ പോയി അവിടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇവിടെ വന്നു. ഇവിടുന്ന് നേരെ തിരിച്ച് വീണ്ടും ഞാൻ മുറിഞ്ഞേല് പോകാനെ കൊണ്ട് വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആദം വരാൻ പറഞ്ഞു, അവിടെ താമസിക്കാന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ആദം പോയി. ശൈലാമ ഒത്തിരി ചീത്തയൊക്കെ വിളിച്ചെങ്കിലും ശൈലാമ എന്നെ അംഗീകരിച്ചു. രാത്രി ഞാൻ അവിടെ ആയിരുന്നു. ബാഗൊക്കെ കൊണ്ടുപോയി താമസത്തിന് പോയി. ആ വീട്ടിൽ കയറി ഷൈനിയുടെ 2 മക്കൾ. ആരുടെ വോയിസ് ആണെന്ന് ഞാൻ പറയാതെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗിരിജ സംസാരിച്ച കാര്യമാണ്. 10 വർഷമായി പരിചയമുണ്ട് എന്ന് പറയുകയും 10 വർഷത്തെ പ്രണയം പൂവണിഞ്ഞു എന്ന് പറയുകയും ഒക്കെ പറഞ്ഞ് സൊസൈറ്റിയെ പറ്റിക്കുന്ന ഒരു പ്രത്യേകതരം വിഭാഗം. അത്ര എനിക്ക് മനസ്സിലായത്. നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ സത്യമാണ്. ആ പെൺകുട്ടി പ്രസവം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവർ പോകുന്നത് സത്യത്തിൽ ഇഗ്നോറൻസ് കൊണ്ട് തന്നെയാണ്. അവർ ആ കുട്ടീനെ അംഗീകരിച്ചൊന്നും പോലും എനിക്കറിയത്തില്ല. ഇതൊക്കെ അവർ പബ്ലിക്കിൽ കാണിക്കുന്ന ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് കഥയിലേക്ക് നമ്മൾ ഇറങ്ങിയത് കൊണ്ടാണെന്ന് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കറിയത്തില്ല എന്താണെന്ന്. അവർ 100% ആ പെൺകുട്ടി അംഗീകരിച്ചില്ല. അതിൻ്റെ തെളിവാണ് ഈ പറയുന്ന പ്രസ്തുത വ്യക്തി. ഞാൻ ആ വോയിസ് ഇടാത്തത്. നോക്കാം, ഒരു കോംപ്രമൈസിന് ഞാൻ ഇപ്പോഴും തയ്യാറാണ്. കാരണം എൻ്റെ ഉദ്ദേശം ആരെയും ചീത്തയാക്കുക, ആരെയും മോശപ്പെടുത്തുക എന്നുള്ളതല്ല. അവർക്ക് കിട്ടേണ്ട ന്യായമായ നീതി അവർക്ക് കിട്ടുക എന്നുള്ളത്. നീ ആരാ കോടതിയാണെന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ ഗിരിജയ്ക്ക് ഈ മറുപടി തരുന്നത്. കോടതി എന്നല്ല പറയുക. ചില സാധുക്കൾക്ക് അവർക്ക് വോയിസ് ഉണ്ടാവില്ല. ചില സാധുക്കൾക്ക് ചിലതിന് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അങ്ങനെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനതയുടെ നാവായി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാറില്ലടോ. കേസുകളാണ് കൂടുതലും വരാറ്. ഒത്തിരി കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എനിക്കത് സന്തോഷമാണ്. നിങ്ങൾക്കതല്ലേ പറ്റുള്ളൂ.
സത്യത്തിൻ്റെ മുഖം വളരെ ഭീകരമായിരിക്കും. ആ ഭയാനകമായ മുഖം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം എനിക്കുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എനിക്ക് ഇഷ്ടമാണ്. അതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുമില്ല. നിങ്ങൾ എന്താണെന്നും ഏതാണെന്നുമുള്ള പൂർണ്ണ രൂപവും പൂർണ്ണ വിവരവും എൻ്റെ കയ്യിലുള്ളിടത്തോളം ഞാനിത് പബ്ലിഷ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഭർത്താവ് മൂലം നീതി നിഷേധിക്കപ്പെട്ട ആ സ്ത്രീക്ക് നീതി കൊടുക്കാമെന്ന് നിങ്ങൾ വാക്ക് പറഞ്ഞാൽ ഞാനിത് പബ്ലിഷ് ചെയ്യില്ല. അല്ല എങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാനിത് ഫുൾ പബ്ലിഷ് ചെയ്യും. ഈച്ച് ആൻഡ് എവറിത്തിങ് വിത്ത് എവിഡൻസ്. അതാണ് ശീലം. പേര് ഷെഫീന ബീവി. താങ്ക് യു.